ഹായ് മക്കളെ, SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അഡ്മിഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കുകയാണല്ലേ. ഉടനെ തന്നെ നിങ്ങളുടെ +1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. +1 പോകും മുമ്പേ കെമിസ്ട്രിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണല്ലേ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു എക്സാം കൂടിയായിരുന്നു നമ്മുടെ കെമിസ്ട്രി പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ SSLC പരീക്ഷയൊക്കെ എഴുതി A+ ഒക്കെ കിട്ടി നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണല്ലേ. അങ്ങനെ നമ്മുടെ +1 പഠിക്കാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള വില്ലൻ നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കണ്ടതുപോലെയല്ല ക്ലാസ് 11 നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി അവിടെ എത്തി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ബേസിക്സ് നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞതുമാണ്. അപ്പോൾ ഈ ബേസിക്സ് ഒന്നും തന്നെ അറിയാതെ +1 എത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1 സബ്സിക്വൻ്റ്ലി +2 കെമിസ്ട്രി വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇക്കഴിഞ്ഞ +2 പബ്ലിക് എക്സാമിൽ ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റിൽ ഒന്നുകൂടിയായിരുന്നു നമ്മുടെ +2 കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കെമിസ്ട്രിയെ മുൻപേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് ഫുൾ മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും? അതിന് നിങ്ങൾ 1-2 കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒന്ന്, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയുടെ ബേസിക്സ്, എസ്പെഷ്യലി 9th കെമിസ്ട്രി. ഓക്കെ, അപ്പം 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കെമിസ്ട്രിയിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, പീരിയോഡിക് ടേബിൾ ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഉണ്ട്, അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററുകളും +1 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. +1 2nd ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ, 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്, 7th ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയും. അപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്ററുകളുടെ ഒക്കെ ബേസിക്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ടും ഈ ബേസിക്സ് ഒക്കെ അറിയാം എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും, ഇതൊക്കെ ഇനി എവിടെയാണ് കിട്ടാന്നല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കറിയാം, ഓൾറെഡി നമ്മുടെ സൈലത്തിൻ്റെ +1 കുട്ടികൾക്കായി അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ അഗ്നി ബാച്ചിനുള്ളിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബേസിക്സും നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അഗ്നി ബാച്ചിൽ ഇല്ലാത്തവരെല്ലാം തന്നെ ഓൾറെഡി ഒരുപടി പിന്നിലാണ്. മക്കളെ, സ്കൂളുകൾ തുറക്കുമ്പോൾ ഈ ബേസിക്സ് ഒക്കെ സെറ്റാക്കി ഫസ്റ്റ് ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പവർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് +1 കെമിസ്ട്രി ടാക്കിൾ ചെയ്യാനും ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും. അഗ്നി ബാച്ചിലേക്ക് ഇപ്പോഴും നമ്മൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉടൻ തന്നെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അഗ്നി ബാച്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനിയും ഒട്ടും തന്നെ സമയം വൈകിക്കേണ്ട, ഉടൻ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യൂ. അഗ്നി ബാച്ചിൽ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കാൻ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് എല്ലാം കാത്തിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.